ഹലോ മൈ ഡിയേഴ്സ്. ഒരുപാട് ആളുകൾ പറയുന്നതാണ് ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയം എത്ര മണിക്കൂറുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് മാറ്റുക. ഇതിനകത്ത് പ്ലാനിങ് ഒന്നുമില്ല. നമ്മൾ ആകെ ചിലപ്പം പോകുന്നത് ചിലപ്പോൾ ഓഫീസിൽ കറക്റ്റായിട്ട് പോകുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ മിസ്സിങ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ പറയുന്നത് ടു ഡു ലിസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് പറയുന്നത്. സോ ഈ ടു ഡു ലിസ്റ്റിനകത്ത് നിങ്ങൾ ഒന്നുകിൽ തലേ ദിവസം രാത്രി എഴുതുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എഴുതുക ചെയ്യുക. ഒരു 10 കാര്യമാണ് എഴുതുന്നുണ്ടെങ്കിൽ ആ 10 കാര്യത്തിനകത്ത് എത്ര കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവാം. നിങ്ങളത് ഒരു കാര്യവും ചെയ്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഇങ്ങനെ നിങ്ങളൊരു സമയത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് സമയത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു ദിവസം രാവിലെ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, രാത്രി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മെൻ്റലി പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റൊന്നും ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതത്തില്ലായിരുന്നു. ഞാനൊരു മെൻ്റൽ കാൽക്കുലേഷനാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നീടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് തുടങ്ങിയത്. ആ ടു ഡു ലിസ്റ്റ് എഴുതാൻ തുടങ്ങിയ സമയത്ത് രാവിലെ കുറച്ചൊരു 6 കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും ചെയ്തിരിക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. സോ നിങ്ങൾക്ക് സമയം മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം മാനേജ് ചെയ്ത് പഠിക്കുക. നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സമയത്തിന് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സമയത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നിങ്ങൾ സമയത്തിന് കുറ്റം പറഞ്ഞ് ഫസ്റ്റ് നിർത്തുക. ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിഞ്ഞാൽ സമയം ഒഴിവാക്കി കിട്ടുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് 24 മണിക്കൂറാണ്. അവർക്കൊക്കെ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. സോ ഇതുപോലുള്ള വീഡിയോസും ടിപ്സും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.